തെർമക്കോള് അതുപോലെ ചെറിയ ബോളുണ്ടാക്കി കമ്പിയിൽ ചെറിയ കെട്ടുകമ്പിയിൽ കുരുക്കിയിട്ട് ഒരു ക്രെയിൻ എടുത്ത് കുറേ ഉണ്ടാക്കി, കുറേ അധികം ഈ എന്താ പറയുന്നത് ഈ തെർമക്കോളാണ്, വെയിറ്റൊന്നും ഇല്ലല്ലോ. അത് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് തെർമക്കോളാണെന്നൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പൂവിൻ്റെ. അങ്ങനെ ഒരു 10-100 പൂക്കൾ, ഒരു പിടി പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ പൂക്കളാണ് നമ്മൾ മുകളിൽ നിന്ന് ഈ മുടിയിലേക്കൊക്കെ ഇടുന്ന ക്ലോസപ്പ് ഷോട്ടിൽ നമ്മൾ ഇടുന്നത്. അന്നൊക്കെ ഒരു ത്രെഡ് അതിൻ്റെ സമയം പറയുമ്പോൾ എങ്ങനെയാണെങ്കിലും മനസ്സിലേക്ക് ഓരോ സാധനങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്നത്. അത് നമ്മൾ ചെയ്ത നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംവിധായകരും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ യൂണിവേഴ്സിറ്റികളാണ് അവർ. ഇപ്പം അരവിന്ദേട്ടൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ KG ജോർജ്, പത്മരാജൻ, JC എന്ന് പറഞ്ഞ നമ്മുടെ ഡയറക്ടർ, പിന്നെ ഭദ്രൻ മാട്ടേൽ, എല്ലാവരും വലിയ അവരുടെ പ്രതിഭ വളരെയധികം തെളിയിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഒരു സംവിധായകനായിട്ട് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ കയറുന്ന സമയത്ത് ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അതിനെ നമ്മൾ വലിയ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം പത്മരാജൻ സാറ് തന്നെ പറയും, പെട്ടെന്ന് തന്നെ പറയും, ഇതങ്ങ് വിട്ടുതരികയാണ്. രാജീവ് എന്താന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ല, തിരക്കഥ നമ്മളെ നമുക്ക് വായിക്കാൻ തരുമല്ലോ. അപ്പോൾ അതിനകത്ത് ആ ഫാൻറ്റസി മുഴുവൻ അദ്ദേഹത്തിന് സിനിമയിൽ വരണം. അത് സംഭവിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നാണ്. അല്ലാതെ നമ്മൾ അന്നത്തെ കാലത്ത് VFX ഇല്ലെങ്കിലും അവിടെ ഈ തെലുങ്ക് സിനിമകളിലൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ പണ്ടത്തെ ഒരു എന്താ പറഞ്ഞ ഒരു ഞാനൊരു കുസൃതിക്കൊണ്ട് കാര്യം ഒന്നും ആഡ് ചെയ്യട്ടെ. ഈ ഞാൻ ഗന്ധർവൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ആവുന്ന കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഫാൻറ്റസിയാണ് ഫുള്ള്. ഒരു പേടി തോന്നി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയില്ല. അത് നമുക്കൊരു കൗതുകമാണല്ലോ, നമുക്കൊരു ചലഞ്ചല്ലേ, നമുക്കൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ആ കോളേജിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്ലാസിക് മൂവീസൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക്. പക്ഷേ 16mm ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പഴയ ക്ലാസിക് മൂവീസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും അവിടെ. വെറും ശില്പകലയും പെയിൻറ്റിങ്ങും മാത്രമൊന്നും അല്ല അവിടെ. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിജീവികളുടെ ഒരു താവളം തന്നെയാണ് ഈ ഫൈൻ ആർട്സ് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ അഞ്ചൽ ഗ്രാമത്തിൽ നിന്ന് വന്ന ആ കൂട്ടത്തിലേറ്റവും പ്രായവും കുറവ് എനിക്കാണ്. അപ്പോൾ ഇവരോടൊപ്പമൊക്കെ നമുക്ക് കൂടി ചേർന്ന് സംസാരിച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പഠിക്കുകയും ഒബ്സർവ് ചെയ്യുകയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാസന കിട്ടി. അപ്പം നമുക്കൊരു അവസരം കിട്ടിയാൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ ചലഞ്ചായി എടുത്തിട്ടാണ്. വെല്ലുവിളിയാണ്, എല്ലാം വെല്ലുവിളിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല, അതിനകത്ത് ഓരോ സാധനങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ കാലഘട്ടത്ത് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ആകുലത കാലഘട്ടത്തിൽ പല ഈ പറയുന്ന മിന്നവൻ്റെ ആവാം, അല്ലാതെ അതിൻ്റെ കയ്യിൽ ഗന്ധർവൻ്റെ കയ്യിൽ വളയാവാം, പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അല്ല, അതെ, പാലമരം തന്നെ, പാലമരം പൂക്കണം. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ പാല പൂക്കുന്ന കാലമല്ല. തൃശ്ശൂർ പോലീസ് ക്യാമ്പിൻ്റെ അകത്ത് കുറേ സ്ഥലമുണ്ട്, പിന്നെ കാട് പിടിച്ച്, അപ്പോൾ പാലയും ഇതൊക്കെയുള്ള അവിടെ ആയിരുന്നു ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പാല ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ലോങ് ഷോട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ക്ലോസപ്പിലേക്കൊക്കെ വരുമ്പോൾ അത് മാത്രം വർക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ പാല പൊതുവേ പൂത്ത് നിൽക്കുന്നത് ചെറിയ ചെറിയ നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ ചെറിയ കുമ്പളകൾ പോലെ ആണ് പാല പൂത്ത് നിൽക്കുന്നത്. ഒരു ചെറിയ ഗ്രീനിഷ് ടിൻറ്റ് അതിനുണ്ട്, വെള്ളയല്ല, ഒരു ഗ്രീനിഷ് ടിൻറ്റ്. അപ്പം നമ്മൾ തെർമക്കോള് അതുപോലെ ചെറിയ ബോളുണ്ടാക്കി കമ്പിയിൽ ചെറിയ കെട്ടുകമ്പിയിൽ കുരുക്കിയിട്ട് ഒരു ക്രെയിൻ എടുത്ത് കുറേ ഉണ്ടാക്കി, കുറേ അധികം ഈ എന്താ പറയുന്നത് ഈ തെർമക്കോളാണ്, വെയിറ്റൊന്നും ഇല്ലല്ലോ. അത് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് തെർമക്കോളാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ഒറിജിനൽ മരത്തിനെ നമ്മൾ അലങ്കരിച്ചു കഴിഞ്ഞാൽ ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. അപ്പോൾ അത് ആര് നോക്കിയാലും ലോങ് ഷോട്ടിൽ അത് പാല പൂത്തു എന്നുള്ളൊരു ഫീൽ വരും. പിന്നീട് ആ പൂക്കളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം
പിന്നെ ഈ മറ്റേ നായികയുടെ മുടിയിലേക്കൊക്കെ ഈ പാലപ്പൂ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ വൈഡ് ഷോട്ടിനെ നമ്മൾ വിശ്വസിപ്പിച്ചത് അതുപോലെ ചെറിയ ക്ലോസപ്പിനെയും നമ്മൾ വിശ്വസിപ്പിക്കണം. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെർമോക്കോളിൻ്റെ വളരെ നൈസായിട്ടുള്ള ലെയർ എടുത്തിട്ട് പൂവിനെ തന്നെ പഠിച്ചിട്ട് ആ പൂവിൻ്റെ ഓരോ ഇതളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ച് എന്നാൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പൂവിൻ്റെ. അങ്ങനെ ഒരു 10-100 പൂക്കൾ, ഒരു പിടി പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ പൂക്കളാണ് നമ്മൾ മുകളിൽ നിന്ന് ഈ മുടിയിലേക്കൊക്കെ ഇടുന്ന ക്ലോസപ്പ് ഷോട്ടിൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്, മനസ്സിലായില്ലേ? അതിൻ്റെ ആ ക്ലോസപ്പിൽ പോലും വിശ്വസിക്കാവുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം കണ്ട പൂവും ഇതും വിശ്വസിക്കും. അങ്ങനെ കണക്ഷനുണ്ട് ഇത് പരസ്പരം. ഇത് സാറിന്റെ മനസ്സിലുള്ള ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യാന്നുള്ള സാറിന്റെ ധാരണ, നമ്മുടെ ഉത്തരവാദിത്തമാണത്. ഉത്തരവാദിത്തമാണ്. ഇത് സംവിധായകനിലേക്ക് ഒന്ന് കൺവിൻസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അറിയത്തില്ല എന്താ സാർ ചെയ്യാൻ പോകുന്നത്. അല്ല, നിങ്ങൾ ഒരു ആശയവിനിമയം ഉണ്ടാവുമോ? അതാണ് പത്മരാജൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. വിട്ടുതരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ കൂട്ടായ്മയാണെന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പം ക്യാമറമാൻ വേണു അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ക്യാമറമാനാണ്. അപ്പം ഷോട്ടുകളെക്കുറിച്ച്, അതിൻ്റെ ലൈറ്റിങ്ങിനെക്കുറിച്ച്, ഇത്തരം കാര്യങ്ങളുടെ തലവേദനയൊന്നും പപ്പേട്ടൻ ഏറ്റെടുക്കത്തില്ല. അത് ഒരു നല്ല ക്യാമറാമാന് അദ്ദേഹത്തിൻ്റെ നല്ല ഒരു ഫോട്ടോഗ്രാഫി ഫ്രെയിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അയാളുടെ ചുമതലയാണെന്ന് അറിയുന്നൊരു സംവിധായകനാണത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു നല്ല ഒരു ഫ്രെയിം വാങ്ങിയെടുക്കുക, തൻ്റെ സിനിമയുടെ മുതൽക്കൂട്ടാക്കുക എന്ന് പറയുന്ന ഒരു വിശാലമായ മനസ്സുള്ള ഒരു സംവിധായകനാണ് പത്മരാജൻ. അപ്പോൾ സിനിമ ഒരു ഡയറക്ടറുടെ മാത്രമാണെന്ന് പറയുമ്പോഴും അത് മാത്രമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കൂട്ടായ്മയാണ്. പക്ഷേ എല്ലാവരുടെയിൽ നിന്ന് നമ്മളത് വാങ്ങിച്ചെടുക്കുന്ന അവരെ എന്താ പറയുന്ന ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് തനിക്ക് വേണ്ടത് വാങ്ങിയെടുക്കുന്ന ഒരു മിടുക്ക് ഈ സംവിധായകന്, മിടുക്കും വലിയ മനസ്സും ഒരു കോംപ്രമൈസ് ഉണ്ടാകാനും പാടില്ല, മനസ്സിലായില്ലേ? വിട്ടുവീഴ്ച ഇല്ലാത്ത അത് ആ ക്വാളിറ്റി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പപ്പേട്ടന്. അപ്പം എന്നെ ഏൽപ്പിച്ച ചുമതല എന്താണ്? എന്നോട് പറഞ്ഞ് ഇത് നമുക്ക് നടക്കുന്നത് മാത്രം ചെയ്താൽ മതി, അതിനകത്തൊരു കൃത്രിമത്വം ഫീൽ ചെയ്യാനേ പാടില്ല സിനിമയ്ക്ക്. അങ്ങനെ ഒരു കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ എനിക്ക് ഞാനൊരു കലാസംവിധായകൻ മാത്രമല്ല, എന്താ പറയുന്ന പതുക്കെ ഈ ടെക്നോളജിയെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായി മാറി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചില ആളുകളെ എൻ്റെ ഒപ്പം കൂട്ടി. അവരുടെ നിന്ന് ഞാൻ അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചു, മനസ്സിലായില്ലേ? ഇത് അങ്ങനെ ഒരു മൊത്തത്തിലുള്ളൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു.